അപ്പോൾ കൂട്ടുകാരനോട് ചോദിച്ചു, എന്തായി ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ്, ഇതെനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ പലിശയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ പലിശയുമായിട്ട് ബന്ധമുള്ളവർ ഭക്ഷണം കൊണ്ടുവന്നിട്ടാകുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അത് ജായിസാവില്ല, എനിക്കത് പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട്, അള്ളാഹിനോടുള്ള ഭയം കൊണ്ട് അവരത് ചെയ്യാതിരിക്കുമ്പോൾ അതൊരു ഗുണപാഠം എനിക്കുണ്ടായി. എനിക്ക് മൂപ്പരോടൊരു ബഹുമാനം ഉണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നൊരു ഉസ്താദ്, അപ്പോൾ ചിലവർക്കത് മനസ്സിലാവില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം നമ്മളൊക്കെ ഉസ്താദിൻ്റെയൊക്കെ ജീവിതത്തിൽ കാണുന്ന പലതും ജീവിതത്തിൽ കാണിച്ചു തരാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയാണ് അവരെ സൂക്ഷ്മത കണ്ട്. അപ്പോൾ ആ ജീവിതത്തിൽ അവരെന്തിനെയാണ് സൂക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിനെയാണ് അവർ സൂക്ഷിക്കുന്നത്. അള്ളാഹിനെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അതായത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ആ ജീവിതം കാണുകയാണ്. അപ്പം നമ്മളും ആ ജീവിതം കണ്ട് നമ്മളെ ജീവിതത്തിലേക്കും പകരാൻ അള്ളാഹു തആല കാരണമാക്കുകയാണ് അവരെ. കാരണം എന്താ, അവരങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് അവർ വാൽവ് പറയുന്നില്ല. അപ്പം നമ്മൾ ഈ വാൽവ് പറയല, ഇൽമ കുറേ കേൾക്കണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ എന്തുകൊണ്ട് ഫലിക്കാത്തതിന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഉപകരിക്കാതെ? ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മളിപ്പോൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ ഉസ്താദിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ പല വിഷയങ്ങൾ കാണാറുണ്ട്. എന്നാലും നമുക്ക് അടുത്തവരെ ജീവിതം കാണുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഇത് ഉപകരിക്കുക. അപ്പോൾ അത് ജീവിതത്തിലേക്ക് പകരണമെങ്കിൽ ആ ജീവിതം കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കണം. ആ ജീവിതം കണ്ട് പഠിക്കുന്ന ആ ഇൽമാണ് നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടാം. അതിന് തെളിവാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ ജീവിതത്തിൽ പലർക്കും പല വിഷയങ്ങളിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവന് നിൽക്കുന്നത്? അപ്പോൾ പറയുന്ന വിഷയം വെച്ചാൽ നമ്മളൊരു കറക്റ്റ് മനസ്സിലാക്കുക. നമ്മളെ അവസ്ഥ എന്താണെന്ന് എൻ്റെ വിഷയം അള്ളാഹ്ക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്, എന്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അതിൻ്റെ